എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ ആദ്യത്തെ ടെസ്റ്റാണ് ലേണേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ടെസ്റ്റാണ് ലേണേഴ്സ് ടെസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെ പഠിക്കണം, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് ഈ എക്സാമിൻ്റെ രീതി തുടങ്ങിയ കാര്യങ്ങളാണ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് RTO ഓഫീസിലാണ് നമ്മൾ ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓൺലൈൻ ടെസ്റ്റാണ്. 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. അതിൽ 12 ക്വസ്റ്റ്യൻസ് ശരിയാക്കിയാൽ മതിയാവും. അപ്പോൾ ഇതിൽ ആദ്യത്തെ 12 ക്വസ്റ്റ്യൻസ് തന്നെ ശരിയാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു ക്വസ്റ്റ്യന് പോലും ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഒരു പേപ്പർ തരും. അതും പിന്നെ SSLC ബുക്ക്, ആധാർ കാർഡ്, ഇത് ഒറിജിനലും കൊണ്ടുപോയാൽ മതി. പിന്നെ നമുക്ക് എക്സാം ഇംഗ്ലീഷിലും മലയാളത്തിലും അറ്റൻഡ് ചെയ്യാം. നമുക്കവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അവിടെ ഓഫീസർമാർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ലേണേഴ്സ് ടെസ്റ്റിന് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാനതിൽ ഒരു ആപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, മാക്സിമം പോയാൽ 3 ദിവസം കൊണ്ട് നമുക്ക് ഈ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ആപ്പ് കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അത് RTOൻ്റെ ഒഫീഷ്യൽ ആപ്പാണ്. ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും പരിശീലിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ലേണേഴ്സിൻ്റെ മെറ്റീരിയൽ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഗൂഗിളിൽ സാരഥി പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യാം. അതിനുശേഷം ഫസ്റ്റ് വരുന്ന ആ ഒരു സൈറ്റ് തന്നെ എടുക്കുക. അതിൽ ഡ്രൈവേഴ്സ് ലേണേഴ്സ് ലൈസൻസ്, അതിൽ മോറ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ സ്റ്റേറ്റിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക, കേരള. ലൈസൻസ് മെനു എടുക്കുക. അതിൽ ലേണേഴ്സ് ലൈസൻസ് സാമ്പിൾ ക്വസ്റ്റ്യൻ ഫോർ LL ടെസ്റ്റ്. ഇതിൽ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെത് സ്റ്റേറ്റ് ആദ്യം കൊടുക്കുക. പിന്നെ സബ്ജക്റ്റ് LL ടെസ്റ്റാണ് വരുന്നത്. പിന്നെ ലാംഗ്വേജ് മലയാളം കൊടുക്കാം. മലയാളമോ ഇംഗ്ലീഷോ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ അതിൽ 3 ഓപ്ഷൻസും ക്വസ്റ്റ്യനുമാണ് വരിക. മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഫയൽ ഇങ്ങനെ ഡൗൺലോഡ് ആവും. അഥവാ ഡൗൺലോഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പോയിട്ട് ഒന്നുകൂടി ഈ സ്റ്റേറ്റും സബ്ജക്റ്റും ലാംഗ്വേജും സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടിയിട്ട് കഴിയുക. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവും, 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ഈ സൈഡിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാവുക. ഇതിൽ 177 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിൽ സ്പീഡ് ലിമിറ്റൊക്കെ ലാസ്റ്റ് ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ച് വെക്കാം. നമുക്ക് ഇതിൽ നിന്ന്, അതായത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് തരുന്ന പുസ്തകത്തിലുള്ള സ്പീഡ് ലിമിറ്റ് ചിലപ്പോൾ വ്യത്യാസം വരും. സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഈ ഒരു ഡോക്യുമെൻറ്റിൽ PDF കറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒരു ആപ്പ് കൂടി പരിചയപ്പെടുത്താം. ആപ്പിൻ്റെ പേര് RTO എക്സാം എന്നുള്ളതാണ് ആപ്പിൻ്റെ പേര് വരുന്നത്. RTO എക്സാം എന്നുള്ള ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നമുക്ക് ഈ ഡൗൺലോഡ് ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് മോക്ക് ടെസ്റ്റായിട്ടും ചെയ്ത് നോക്കാം. പിന്നെ എക്സാം എന്നുള്ള രീതിയിൽ റാൻഡം ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. ഈ ഡോക്യുമെൻറ്റും ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക. ഈ ഒരു ആപ്പും വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യം വരില്ല. അതായത് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ തെറ്റിപ്പോകും, ആൻസർ തെറ്റിപ്പോകും എന്നുള്ളത്
അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഫസ്റ്റ് ഏതാണോ സ്റ്റേറ്റ് അത് കൊടുക്കുക, പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് അലോ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കാം. ഓക്കെ, ഇത് അംഗീകരിക്കുക എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നോക്കുക, ചോദ്യാവലി ഉണ്ട്. ചോദ്യാവലി എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമുക്ക് ഇതിൻ്റെ വൺ വേർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടയാള വാക്കുകൾ എന്നിട്ട് ഇതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സെക്ഷനാണ്. പിന്നെ പരിശീലനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാം. ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അതായത് ഇവിടെ ഇങ്ങനെ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചത് മാത്രം ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ അടയാള വാക്കുകൾ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ മാത്രമാണെങ്കിൽ അങ്ങനെയും നമുക്ക് പരിശീലനം ചെയ്യാൻ പറ്റും. പിന്നെ പരീക്ഷ എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ 20 ചോദ്യങ്ങളാണ് വരിക. അതിൽ 12 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞാലേ വിജയിക്കുകയുള്ളൂ. 60 നിമിഷം, ഓരോ ചോദ്യത്തിനും 60 മിനിറ്റ്, അതായത് 60 മിനിറ്റ് അല്ല കേട്ടോ, സെക്കൻഡാണ്. 1 മിനിറ്റാണ് ഇതിൽ വരിക. അപ്പോൾ ഇത് എക്സാം തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇതിൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണെങ്കിൽ ഇവിടെ പച്ച കളറിൽ ടിക്ക് വരും. തെറ്റാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും എന്ന് വെച്ചാൽ തെറ്റിൽ അങ്ങനെ വരും. അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ അറ്റൻഡ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യന് 60 സെക്കൻഡാണ് വരുന്നത്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വരുന്നത്, നിങ്ങൾക്ക് ഈ എക്സാമിന് ആദ്യത്തെ 12 എണ്ണം തന്നെ ശരിയാക്കി കഴിഞ്ഞാൽ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ കറക്റ്റ് കാണിക്കും. അതായത് നിങ്ങൾ ഈ 12 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലേണേഴ്സ് പാസ്സായി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.